നാം എല്ലാവരും ഈ ലോകത്തിൽ യാത്രക്കാരാണല്ലോ. ജീവിതയാത്രയിൽ പ്രാധാന്യമുള്ളത് എത്ര വേഗത്തിൽ യാത്ര ചെയ്യുന്നു എന്നതല്ല, എത്രമാത്രം സ്ഥിരതയോടെ യാത്ര ചെയ്യുവാൻ കഴിയുന്നു എന്നതാണ്. എന്തെന്നാൽ ജീവിതകാലം മുഴുവൻ നാം യാത്രക്കാരാണ്. ചിലരുടെ യാത്ര ചിലപ്പോൾ വേഗത്തിൽ അവസാനിച്ചേക്കാം. എന്നാൽ ജീവിതകാലം മുഴുവൻ സ്ഥിരതയോടെ യാത്ര ചെയ്യുവാൻ കഴിയണം. സ്ഥിരതയോടൊപ്പം ലക്ഷ്യബോധവും ഏറ്റവും അനിവാര്യമാണ്. അതുപോലെ മാർഗത്തെക്കുറിച്ചുള്ള നിശ്ചയവും ആവശ്യമാണ്. ശരിയായി ചിന്തിച്ചാൽ ലക്ഷ്യത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ് മാർഗം. മാർഗം തെറ്റിയാൽ ലക്ഷ്യത്തിലെത്തുവാൻ വലിയ പ്രയാസം വരും. ചിലപ്പോൾ കഴിഞ്ഞില്ല എന്നും വരും. എങ്കിലും തെറ്റായ വഴിയിലൂടെ യാത്ര ചെയ്ത് ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ പോയവരുമുണ്ട്. മുൻപ് വഴി അറിയുവാൻ പാടില്ലാത്തവർ മറ്റു പലരോടും ചോദിച്ച് യാത്ര ചെയ്തിരുന്നു. എങ്ങനെയായാലും ശരിയായ മാർഗത്തിൽ യാത്ര ചെയ്യേണ്ടത് അനിവാര്യമാണ്. യെശയ്യാവ് 30:21 വായിക്കുന്നു, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. നമ്മുടെ ജീവിതമാർഗം ശരിയോ എന്ന് മനസ്സിലാക്കുന്നതിന് ദൈവവചനം നമുക്ക് വഴികാട്ടിയാണ്. ദൈവവചന ധ്യാനത്തിലൂടെ ശരിയായ മാർഗത്തിൽ യാത്ര ചെയ്യുവാൻ നമുക്ക് സാധ്യമാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.